സിയാദിൻ്റെ പിതാവുമായിട്ട് ഇപ്പോൾ സംസാരിച്ചു, ഉമ്മയെയും കണ്ടു. അദ്ദേഹം വളരെ ഗൗരവമായ ചില ആക്ഷേപങ്ങൾ സിയാദിൻ്റെ അറസ്റ്റിനും അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടായില്ല, യഥാർത്ഥത്തിൽ കസ്റ്റഡിയായിരുന്നു, കസ്റ്റഡിയിലെടുത്ത് അടുത്ത ദിവസം വിട്ടു എന്നാണ് പറയുന്നത്. അത് സംബന്ധിച്ചിട്ട് വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമായിട്ട് തന്നെ സർക്കാർ ഇത് പരിശോധിക്കും. ഇപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അവർ അടുത്ത ഈ ദിവസങ്ങളിൽ തന്നെ ഇന്നോ നാളെയോ തന്നെ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കും. ഈ അദ്ദേഹത്തിനാണ് ഇക്കാര്യത്തിൽ കൂടുതൽ പറയാൻ കഴിയുക. കാരണം മകൻ്റെ കൂടെ എല്ലാ ആശുപത്രിയിലും പോയത് അദ്ദേഹമാണ്. താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ഉണ്ടായിരുന്നത് പിതാവാണ്. സ്വാഭാവികമായിട്ടും കൂടുതൽ ഇക്കാര്യത്തിൽ വിശദമായി വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകാൻ കഴിയുന്നത് പിതാവിനാണ്. അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം പറയണം എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണത്തിൻ്റെ സംഘത്തിന് മുമ്പാകെ നൽകണം. പോലീസിൽ ഇത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന ആളുകളെ ഒന്നും തന്നെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും സർക്കാരിനില്ല. പർട്ടിക്കുലറായിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പരാതി പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇയാൾക്കെതിരെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ. ഞങ്ങളുടെ DCC സെക്രട്ടറി രഘു പാണ്ഡവരത്തെ തല്ലി അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്ന് ചോര വന്ന സംഭവം ഉണ്ടായതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ അതുൽ എന്ന് പറഞ്ഞ SIക്കെതിരെ ഞാൻ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തതാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ മുമ്പും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന കാട്ടുനീതി നടപ്പിലാക്കുന്ന തരത്തിലുള്ള ആളുകളൊന്നും സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുക്കില്ല. ഈ കാര്യത്തിൽ പോലീസ് അന്വേഷിക്കുന്ന ഒരു കാര്യത്തിൽ അഡ്വാൻസായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ എന്തു പറഞ്ഞാലും അത് അന്വേഷണത്തെ സ്വാധീനിക്കുന്നതാകും. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഒരു സംവിധാനം അന്വേഷിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ആ അന്വേഷണത്തെ സംബന്ധിച്ചൊരു കമൻറ്റ് ഞാൻ ഈ അവസരത്തിൽ നടത്തുന്നത് ഉചിതമാവില്ല.